എന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇത് കാണണമെങ്കിൽ അംഗീകരിച്ചിരിക്കണായിരുന്നു. ഞാൻ റെഡിയാക്കി വെച്ചേക്കണായിരുന്നു. അതൊക്കെ സിനിമയുടെ. അതെ, ഞങ്ങള് എനിക്ക് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? കൂടുതൽ പഠിക്കാൻ ആഗ്രഹമില്ല. അതെ, ഞാനാ മൂത്തത്. എനിക്കൊക്കെ എന്റെ 2 വയസ്സിന് ഇളയതാ. പടപടയെന്ന് പറഞ്ഞായിരിക്കട്ടെ അവള് ക്യൂആൻ ആൻസർ ചെയ്യുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ എന്താന്ന് അറിയാൻ പറ്റുമല്ല. ഞാൻ ഫോണൊക്കെ പിടിച്ചായിരിക്കുന്നത്. നമ്മൾ Q&A ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അതിന് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മാക്സിമം ഇന്ന് കവർ ചെയ്യണം കേട്ടോ. പടപടയെന്ന് പറഞ്ഞായിരിക്കട്ടെ നമ്മള് Q&A ആൻസർ ചെയ്യുന്നത്. ഇല്ല, ഞാൻ സ്പീഡില് പറയും. ഇല്ല, എപ്പോഴും നമ്മള് യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പൊ 3ാമത്തെ Q&A ഇപ്പൊ ചെയ്യണത്. എപ്പോ കിട്ടാലും, പിന്നെ ഒരു പ്രാവശ്യം ലൈവില് വന്നിട്ടുണ്ട്. എപ്പോ കിട്ടാലും ഫസ്റ്റ് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലും അതില്ലാതിരുന്നിട്ടില്ല. നിങ്ങൾ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ? നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ 2 പേരുടെയും നല്ല അടിപൊളിയായിട്ടുള്ള അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ലവ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല ഗൈസ്. എനിക്ക് ലവ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. നമ്മുടെ പ്ലേസ് എവിടെയാണ്, നിങ്ങൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് പറയുമെന്ന് ഇതൊക്കെ ഒറ്റയടിക്ക് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ പ്ലേസ് എവിടെയാണ് ആയിരിക്കാം? പള്ളുരുത്തി. അതെ. പിന്നെ നമ്മളെ ഏജ് ഡിഫറൻസ്, ഏജ് ഒന്നും ഡസന്റ് മാറ്റർ അല്ലേ ആയിരിക്കാം? അതുകൊണ്ട് ഏജ് ഡിഫറൻസ് എനിക്ക് തോന്നുന്നു. അതെ, ഞാനാ മൂത്തത്. എനിക്കൊക്കെ എന്റെ 2 വയസ്സിന് ഇളയതാ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫറൻസ് ഞങ്ങൾ തമ്മില് 9 വയസ്സിന്റെ വ്യത്യാസം. അതെ, നഫ്ല കൊറേ ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ടായിരിക്കാം. ഹായ് ഇത്ത, അസ്സലാമലൈക്കും. എനിക്ക് നിങ്ങള് ഒത്തിരി ഇഷ്ടമാണ്. വലൈക്കും സലാം. എനിക്കും ഒത്തിരി ഇഷ്ടമാണ് നഫ്ലാന. പിന്നെ ഇത്താന്റെ ഏജ്. എല്ലാവർക്കും നമ്മളെ വയസ്സ് അറിയണം എനിക്ക്. പക്ഷെ വയസ്സിന് ഇപ്പൊ അറിയൂല. 30 വയസ്സ് വരെയും പറയാൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ പറയാൻ ഒരു നാണം മാതിരി. എനിക്കൊക്കെ നാണുണ്ടാ? ഇല്ല അല്ലേ? പിന്നെ ഇത്ത ഏതുവരെ പഠിച്ചു? ഞാൻ എല്ലാം എന്നോട്. മക്കൾ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത്? ഇത്താന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇക്കാടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇക്കാന്റെ ജോബ്. യൂട്യൂബിൽ നിന്നും 1 മാസം എത്ര പൈസ കിട്ടും? മക്കൾ മദ്രസയിൽ പോകുന്നില്ലേ? എന്റെ പൊന്നിന് നഫ്ല, ഇത് പറയാൻ തന്നെ വേണം ഒരു വലിയൊരു വ്ളോഗ്. പക്ഷെ ഞാൻ മാക്സിമം ഇതിൽ എന്തൊക്കെ പറയാൻ പറ്റുമോ ഒക്കെ പറയാം കേട്ടോ. ഇത്താന്റെ ഏജ്, നമ്മളെ ഏജ് എനിക്കിപ്പോ 30+ ആയി. അപ്പൊ അത് എങ്ങനെ വേണമെങ്കിലും ഇപ്പൊ എടുക്കാം. എനിക്ക് 31. എനിക്ക് 41. നെക്സ്റ്റ്, ഇത്ത ഏതുവരെ പഠിച്ചു? ഞാൻ +2 വരെയാണ് പഠിച്ചത്. പിന്നെ പഠിച്ചില്ല. പിന്നെ ഞാൻ +2 തോറ്റുപോയി. +2 ഞാൻ ഒരു സബ്ജക്റ്റിന് തോറ്റുപോയോണ്ട് പിന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. എന്നെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കണോന്ന്. അല്ല, എന്നാലും എനിക്കാകെ നിർബന്ധിച്ചെങ്കിൽ ഒന്നുറക്കി കരഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ പോലെ എനിക്ക് അതിനെ വിട്ടൊന്നുമില്ല. അതിനുശേഷം മക്കളൊക്കെ വലുതായതിനു ശേഷം ഞാൻ ഒരു 12 വർഷത്തിന് ശേഷം ഞാൻ തന്നെ കണ്ടുപിടിച്ചു. ഞാൻ എൻ്റെ +2 ഒക്കെ എഴുതിയെടുത്ത്, പ്ലസ് ഞാനൊരു കോഴ്സ് പഠിച്ച്. അതായത് എനിക്ക് ജോലിയൊക്കെ കിട്ടണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിലൊന്നും പോയില്ല. എനിക്ക് ജോലിക്കൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അതൊക്കെ എനിക്ക് മക്കൾ എത്രാം ക്ലാസ്സിലാ പഠിക്കണേന്ന് വെച്ചാ, മോള് പഠിക്കണത് 7th-ലും മോൻ 5th-ലും പഠിക്കണത്. എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടില് ഉപ്പ, 2 ആങ്ങളമാര്, 2 നാത്തൂമാര്. അവർക്ക് 2 പേർക്കും കൂടി 5 മക്കള്. പിന്നെ എന്റെ ഉമ്മ ഉണ്ടായി. ഉമ്മ ഓൾവേസ് ഞങ്ങളെ കൂടെ ഉണ്ടെന്നാണ് ഞങ്ങള് എല്ലാരും എപ്പോഴും ഉള്ളത്. ഉമ്മ ഉണ്ടാവും നമ്മളെ കൂടി. പിന്നെ ഇക്കാന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഇക്കാന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? മരിയ പറഞ്ഞോളൂ. എന്റെ വീട്ടില് ഉപ്പുണ്ട്, ഉമ്മച്ചുണ്ട്, പിന്നെ എനിക്കൊരു പെങ്ങളുണ്ട് സെറീന, പിന്നെ അളിയന് 2 മക്കളും. അളിയന്റെ 2 മക്കള്. അളിയനും 2 മക്കള്. അതെ, ഹാപ്പി ഫാമിലി. ഫാമിലി. അതെ. പിന്നെ ഇക്കാന്റെ ജോബ് ഏകദേശം ഒരു തീരുമാനത്തിലായിട്ടിരിക്കുവാണ്. അത് ഞങ്ങള് വഴിയെ വരുന്ന വ്ളോഗിലൊക്കെ പറയാം.
എന്നാലും ജോബ് എന്താന്ന് ജോബ് പറഞ്ഞു. ഓട്ടോ കൺസൾട്ടന്റ് ആയിരുന്നു. പിന്നെ യൂട്യൂബിൽ നിന്ന് ഒരു മാസം എത്ര പൈസ കിട്ടും? കാര്യമായിട്ടൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. നല്ല എമൗണ്ട് വരട്ടെ അതെ, യൂട്യൂബിൽ നിന്ന് എല്ലാരും പറയണ പോലെ ഇത്ര ടിക്കൊക്കെ കാശൊക്കെ ATM ന്ന് എടുക്കണേക്കെ ഒരു കാലം ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിന് എല്ലാരും ഞങ്ങളോട് സപ്പോർട്ടൊക്കെ ചെയ്യണം. ഫസ്റ്റ് എമൗണ്ട് കിട്ടിയപ്പോൾ ഞാൻ ആ സന്തോഷം ഞാൻ അന്ന് എല്ലാവരിലും പങ്കുവെച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ ലിങ്ക് ഇടാട്ടെ, അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടോ. എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ അതും കൊറേ എഴുതിയിട്ടുണ്ട്. അത് ചോദിച്ചേക്കണത് പേര് SGKM8I. ഇതൊക്കെ ID നെയിം ആയിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ ഉമ്മാനെ കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ ഉമ്മാനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് ഒരു വലിയ വ്ളോഗ് തന്നെ വേണം. ഉമ്മാനെ കുറിച്ച് ഇച്ചിരി ഒന്നും പറഞ്ഞാലൊന്നും നിൽക്കൂല. എനിക്ക് ഇഷ്ടം പോലെ പറയാണ്ട് എൻ്റെ ഉമ്മാനെ കുറിച്ച്. അപ്പം ഞാൻ അത് വേറൊരു വ്ളോഗിൽ പറഞ്ഞാൽ മതിയാ. എൻ്റെ ഉമ്മാനെ കുറിച്ച് ഒറ്റയ്ക്ക് എൻ്റെ ഉമ്മാന് മാത്രം, ഞാനും എൻ്റെ ഉമ്മയും കൂടെ ഉള്ളൊരു വ്ളോഗായിട്ട് ഒരെണ്ണം പറയാം. നിങ്ങളുടെ ലൈഫിൽ സ്ട്രഗ്ലിംഗ് പീരീഡ് നിങ്ങൾ പറയാറില്ലേ? നമ്മൾ പറയാറില്ലേ നമ്മളെ സ്ട്രഗ്ലിംഗ് പീരീഡ്, അത് എന്താണെന്നും അതിൽ നിന്ന് റിക്കവർ ആയത് ഷെയർ ചെയ്യാമോ? സ്ട്രഗ്ലിംഗ് പീരീഡ് എന്താണെന്ന് ഞാൻ ഒരു ചുരുക്കി പറയാൻ ശ്രമിക്കുക. സ്ട്രഗ്ലിംഗ് പീരീഡ് എന്താണ്? റിൻസി ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു കുട്ടിത്തുള്ള റിൻസി 18 വയസ്സ് ആ പ്രായത്തിലുണ്ടായിരുന്നുള്ളൂ. റിൻസിനെ എൻ്റെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. റിൻസിയായിട്ട് അംഗീകരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചില്ല. എൻ്റെ ഭാഗത്ത് കുറേ തെറ്റുകൾ ഉണ്ടായിരുന്നു ആ ടൈമിൽ. റിൻസി അന്നും ഇന്നും ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ കുറച്ച് വാശി പിടിച്ച് മറ്റേ ബോർഡില്ലേ ജയം കളിക്കുന്ന പറയില്ലേ, ഒരു വാശി പിടിച്ച് അങ്ങനെയാണോ റിൻസി ഇങ്ങനെയാവണം അംഗീകരിക്കാൻ തുടങ്ങി. പരസ്പരം ഞാൻ റിൻസി എന്നാ അംഗീകരിച്ചിരിക്കണായിരുന്നു. ഞാൻ റിൻസിനെ റെഡിയാക്കി വെച്ചേക്കണായിരുന്നു. ഇങ്ങനെ ആവണം എന്ന് എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. അതായത് എനിക്കാകെ ഒരു ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന കാര്യങ്ങള് ഇതിൽ തന്നെ ചെയ്യണം, ആ വേയിൽ തന്നെ പോണം. ഇപ്പൊ ഞാൻ വേറൊരു എന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് എന്റെ ലൈഫ് സ്റ്റൈല് മൊത്തത്തിൽ മാറി. അതായത് എനിക്ക് എനിക്കാകെ എന്താണെന്നും ഇവിടത്തെ രീതി എന്താണെന്നും പഠിക്കാനുള്ള സമയം തന്നില്ല. ഇതാണ് ഞങ്ങളുടെ ഇങ്ങോട്ടേക്ക് മാറിക്കോ, ഇങ്ങനെ മാറിക്കോ, ഇങ്ങനത്തെ ഉള്ള ഇതാ. ഇപ്പൊ നമ്മള് ഈ സ്ട്രഗ്ലിംഗ് പീരീഡ് എല്ലാവരും ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷെയർ ചെയ്തത് മൊത്തത്തിൽ പരാതി പറയണ പോലെ ഇരിക്കും. ദേഷ്യം വാശി ഉണ്ടായിരുന്നു. എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, വാശി ഉണ്ടായിരുന്നു. ഞാൻ നല്ല ദേഷ്യം ഉണ്ടായിട്ട് നല്ല ദേഷ്യമുള്ള ആളാണ്. എല്ലാരും പറയില്ലേ പാവം ചെറിന്. ഞാൻ പറയൂലേ പാവമാണ്, പക്ഷെ പാവത്തിന്റെ വലിയൊരു ദേഷ്യക്കാരുണ്ട്. മോശക്കാരൻ. പക്ഷെ ഇപ്പൊ ദേഷ്യം കുറച്ചില്ലേ? ഞാൻ കുറച്ചുകൊണ്ട് ഞാൻ തന്നെ എന്നെ കൺട്രോൾ ചെയ്ത് ശ്രമിക്കേണ്ട ദേഷ്യം. ഞാൻ മനസ്സിലാക്കിയത് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന 2 ഘടകങ്ങളാണ്. ഒന്ന് ദേഷ്യവും, ഒന്ന് വാശി. വാശി നമുക്ക് ജീവിതത്തിലാകാം, അത് നമുക്ക് വളരാൻ വേണ്ടി വാശി നല്ലതാണ്. പക്ഷെ ചില വാശികള് നമ്മളെ നശിപ്പിക്കും. അതോടെ ഞങ്ങളുടെ ജീവിതത്തിൽ സ്ട്രഗ്ലിംഗ് പീരീഡ്. പിന്നെ ഞങ്ങൾക്ക് തന്നെ തോന്നി ജീവിക്കണമെന്ന്. പിന്നെ മക്കള് ആച്ചുക്കളി ഡിസ്റ്റർബ് ആവണേക്കെ ഞാൻ കണ്ടു തുടങ്ങി. പക്ഷെ അവനും കൊറേയൊക്കെ കണ്ടിട്ടുണ്ട്. മോള് കൊറേ അനുഭവിച്ചിട്ടുണ്ട്. എപ്പോഴും കരയായിരുന്നു. അപ്പൊ ആദ്യം അത് മൈൻഡൊന്നും ചെയ്യില്ലായിരുന്നു. ആള് കരയട്ടെ. പിന്നെ എന്റെ മോളുടെ കരച്ചില് എനിക്കൊരു വേദനയായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാനത് മനസ്സിലാക്കി തുടങ്ങി. എൻ്റെ മോള് വിഷമിക്കണം. അപ്പൊ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിന് നിന്നില്ല. ഞാൻ അന്ന് ഷോയിൽ വെച്ച് പറഞ്ഞില്ലേ, ഒരു ഉമ്മ വാപ്പ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മക്കള് ചിരിക്കുമ്പോഴാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവും. അതേപോലെ തന്നെ ആ മക്കൾ കരയുമ്പോൾ അവർക്ക് അത്രയും വിഷമങ്ങളുണ്ടാവും. ആ വിഷമങ്ങള് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറിയപ്പോൾ ജീവിതം ഇതുപോലെ ഭംഗിയായി, ഹാപ്പിയായി. നമ്മള് ഓൾവേസ് ടൈം ഇങ്ങനെ ഹാപ്പി ആണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എങ്ങനെയല്ല കേട്ടാ. അതൊക്കെ സിനിമയുടെ. അതെ, ഞങ്ങള് അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഇടക്കിടക്ക് ഇങ്ങനെ മറ്റേ ഒരു ECGന്റെ ഒരു വേരിയേഷൻ പോലെയാണ്. ഇടയ്ക്ക് ഞങ്ങള് ഭയങ്കര ഹൈ പിച്ച്, പിന്നെ ലോ പിച്ച്, പിന്നെ പണ്ടത്തെ ലോ കലമ്പായിരിക്കാം. ഇപ്പൊ അങ്ങനെ കുറച്ച് കൊടുക്കും. അപ്പൊ തന്നെ മാറും. അപ്പൊ തന്നെ എന്റെ അടുത്തേക്ക് നിൽക്കും. ഞാനും ഇടയ്ക്കൊക്കെ ഇനി മാറണോന്നൊക്കെ ഞാൻ ഓർക്കണ്ട്. ഇല്ല, ഞാൻ മാറും. എനിക്ക് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? കൂടുതൽ പഠിക്കാൻ ആഗ്രഹമില്ല.
ഉണ്ടെങ്കിൽ ഏത് മേഖല? പക്ഷെ ഇല്ല, അതുകൊണ്ട് മറ്റേതിന് ആൻസർ ചെയ്യണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉണ്ടെങ്കിൽ എന്നല്ലേ? ഇല്ലല്ലോ. പക്ഷെ എനിക്ക് റേഡിയോജൊക്കെ ആവാൻ ഇഷ്ടമുണ്ടായില്ലേ? അല്ല, പഠിക്കണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും? പഠിക്കണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ടീച്ചർ ആവുമെന്ന. ഞാൻ സ്പെഷ്യൽ സ്കൂളിൽ ടീച്ചർ ആവാൻ എനിക്ക് ഇഷ്ടമുണ്ടായി. കൊറേ ഉണ്ട് ആൻസർ ആക്കിയാലും ഇല്ലെങ്കിലും ഒത്തിരി ഇഷ്ടമാണ്. അയ്യോടാ, ഇത് ആരായിരിക്കും ഇരിക്കാം. ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പേരെനിക്ക് എന്താന്ന് മനസ്സിലാവാത്തോണ്ടാണ്. നമ്മൾ ആൻസർ ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ഇഷ്ടമാണ്. ലവ് യു സോ മച്ച്. എനിക്കാ റംല കെ എന്ന് പറഞ്ഞിട്ട് ഒരു ID. റിൻസി ഹെയർ കെയർ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യണ്ടോന്ന്, അതിന്റെ വീഡിയോ ഇടോ. കട്ടിങ് ഏതാണെന്ന് പറയുമോ? എൻ്റെ ഹെയർ കെയർ ട്രീറ്റ്മെന്റ് ഒക്കെ അറിഞ്ഞിട്ടില്ല, വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആയിരിക്കും ഷെയർ ചെയ്യാത്തത്. ഹെയർ കെയർ ഒന്നുമില്ല, ഞാൻ തല വല്ലപ്പോഴൊക്കെ കഴുകുള്ളൂ. ഒരുപാട് ഞാൻ അതിന് പുന്നരിച്ച് എണ്ണയിട്ട് എല്ലാ നേരവും കുളിച്ച് താളിയൊക്കെ ഇട്ട് നോക്കിയപ്പോ ഉണ്ടല്ല, അതിന്റെ മുടി അപ്പൊ കൊഴിയും. പിന്നെ ഭയങ്കര ഫിസി ഹെയർ ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതിനെ മൈൻഡ് ചെയ്യാണ്ടായപ്പോ അത് അതിന്റെ വഴിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്റെ ഹെയർ കെയർ ഇതൊക്കെയാണ്. പിന്നെ കട്ടിങ് അങ്ങനെ ഇന്ന ഹെയർ കട്ടിങ് ഒന്നുമില്ല. ഞാൻ തുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും എൻഡില്. അത് കഴിയുമ്പോ ഞാൻ എന്തെന്നറിയോ, ഞാൻ ഈ ഫ്രണ്ടിലിരുന്ന മുടിയില്ലേ അത് കുറെ നീളം നോക്കുമ്പോൾ ഞാൻ തന്നെ അവിടെ പിടിച്ച് കട്ട് ചെയ്യും. അതിന് ഹെയർ കട്ടിങ് ഞാനൊരു പേര് കണ്ടുപിടിച്ചിട്ട് ഇത് പറയേണ്ടി വരും. ഹെയർ കട്ടിന് പേരൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഷബന ഷെറിൻ, റിൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. റിൻസി മക്കളുടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാരന്റ് ആണ്. ഇത് സത്യം പറഞ്ഞാൽ മക്കളോടാണ് ഇത് ചോദിക്കേണ്ടത്. നമ്മുടെ വീഡിയോ എടുക്കണ ആച്ചക്കളിന്റെ മുഖം ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോ നിങ്ങളൊന്ന് കണ്ടാണ്ടല്ലോ മനസ്സിലാവും. ആവശ്യമുള്ള ഇല്ല. പിന്നെ മക്കളോട് ദേഷ്യപ്പെടാറില്ലേന്ന് ഫസ്റ്റ് ഇതിന് ആൻസർ ചെയ്യാം. മക്കളുടെ എല്ലാ കാര്യത്തിലും ഞാൻ ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് വെച്ചാണ്. ഞാൻ ഓവറായിട്ട് എല്ലാ കാര്യത്തിലും മക്കളെ ഇടപെടും. അത് എനിക്കാകെ എന്താ പറയാ, എൻ്റെ മോശം സ്വഭാവമാണ്. പക്ഷെ ഞാൻ എൻ്റെ മക്കളുടെ കാര്യത്തിൽ തന്നെ ആരെയും പോയി എനിക്ക് ഇടപെടാൻ പറ്റുമായിരിക്കാം. സപ്പോർട്ടീവ് ആണ് അല്ലേ അച്ചുക്കളി? അല്ലേ? മൂളെല്ലാം വലിയ ശക്തിയില്ല. സപ്പോർട്ടീവ് ഒക്കെ തന്നെയാണ്, പക്ഷെ ഭയങ്കര ഓവർ കെയറിങ് ആണ്. അതാണ് മെയിൻ പ്രശ്നം. ഞാൻ ഭയങ്കര ഓവറായിട്ട് കെയർ ചെയ്യും. അറിയില്ല, ഞാനൊരു ഉമ്മയല്ലായിരിക്കാം. ഞാനൊരു തംസപ്പ് വാങ്ങിച്ചോട്ടെ? അത് ആച്ചക്കില് തംസപ്പ് വാങ്ങിച്ചാണ്. പൊന്നു ഉമ്മ വാങ്ങിച്ചാ മതി. എവിടാ കണ്ട? മക്കളോട് ദേഷ്യപ്പെടാറില്ലേ? നന്നായിട്ട് ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. ഞാൻ അതാ പറഞ്ഞ എനിക്ക് കണ്ടാ അതും സെറ്റ്. ഞാൻ നന്നായിട്ട് ദേഷ്യപ്പെടാറുണ്ട്. അതൊന്നും പറഞ്ഞ് മനസ്സിലാവുന്നില്ല. ഞാൻ നന്നായിട്ട് ദേഷ്യപ്പെടാറുണ്ട്. എനിക്ക് ഞാൻ ഇതല്ലാണ്ട് എനിക്ക് വേറൊരു മുഖം ഞാൻ ആരുടെയും കാണിക്കില്ല. എൻ്റെ മക്കളുടെ അടുത്തായിരിക്കും, വേറെ ആരുടെ അടുത്ത് കാണിക്കില്ല അല്ലേ? അതെനിക്ക് അത്രത്തോളം എൻ്റെ മക്കളെ എൻ്റെ ലൈഫിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്താന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ എല്ലാ സ്വഭാവവും അറിയാം, എൻ്റെ ഇഷ്ടങ്ങൾ അറിയാം, എൻ്റെ ഇഷ്ടക്കുറവുകൾ അറിയാം. എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്നവരുടെ അടുത്ത് ഞാൻ എൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കാറുണ്ട്. അപ്പൊ ഇൻക്ലൂഡിങ് മൈ കുട്ടികൾ ഞാൻ ദേഷ്യപ്പെടാറുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, എല്ലാരെയും ചോദിക്കണ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹസിന്റെ ഫാമിലിയെ കുറിച്ച് പറയണം. നിങ്ങൾ കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്, സോ എന്തായാലും പറയണമെന്ന്. ഹസിന്റെ ഫാമിലിനെ കുറിച്ച് ഹൈഡൊന്നും ചെയ്തിട്ടില്ല. ഈ ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ, അത് നമ്മൾ പറയുമ്പോ അതിലുണ്ടാവുന്ന ആളുകള് നമുക്ക് അത്രത്തോളം വേണ്ടപ്പെട്ടവരൊക്കെ തന്നെയാണ്. അവര് വിഷമിക്കുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ സങ്കടം ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇതിപ്പോ പുതിയ പാർട്ടാണ് ലൈഫിന്റെ. അപ്പൊ അത് എങ്ങനെ എൻജോയ് ചെയ്ത് കൊണ്ടുപോകാം. എല്ലാരും ഞാൻ കാണിക്കാം വീഡിയോയിൽ. ഞാൻ എന്റെ റിലേറ്റീവ്സിനെ കാണിക്കാണ്ട് ശ്രമിച്ചു, അവരൊന്നും വീഡിയോയിൽ വന്നില്ല. വഴിയെ എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും.
ഹൈഡ് ഒന്നും ചെയ്യില്ല കേട്ടോ. ഹൈഡ് ചെയ്യണ കാര്യങ്ങൾ ഞാൻ പറയില്ലേ, അത് നമ്മുടെ ഉള്ളിൽ ഒരു സങ്കടമാണെന്ന് തന്നെ എല്ലാരും ഓർത്തോ. അത് ഇനി തുറന്ന് പൊട്ടിച്ച് മാന്തി ചിക്കിയൊക്കെ എടുക്കാനൊന്നും വയ്യ. അതൊക്കെ ഓർക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ ഭദ്രമാക്കിയിട്ട് വെച്ചേക്കണം. മറ്റേ സിനിമ പറ അതിനി എന്നിലൂടെ അങ്ങനെ അലിഞ്ഞ് തീരട്ടെ അങ്ങനെ. ഓക്കെ, ഇതൊരു ഐഡിയ എനിക്ക് ഈ ക്വസ്റ്റ്യൻ. പ്രിൻസിക്ക് എപ്പോഴെങ്കിലും ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണ്ടായിരുന്നു എന്ന് തോന്നിയോന്ന്, എന്തെങ്കിലും മാറ്റം ആ ഷോ കാരണം ഉണ്ടായോ? ഒരിക്കലും ഇല്ല, ഷോ പങ്കെടുക്കണ്ടായിരുന്നു. എനിക്കൊരു ഫൈനലൊക്കെ വന്നപ്പോൾ അവിടുത്തെ കഷ്ടപ്പാടും പ്രഷറൊക്കെ വന്നപ്പോൾ ഇങ്ങനെ അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷെ ആഫ്റ്റർ ഷോ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ലൈഫിലൊരു ട്വിസ്റ്റ് തന്നെ വന്നെന്ന് തന്നെ പറയാം. അപ്പൊ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പോഴും എനിക്ക് ഷോയില് പോയത് ഞാനെടുത്തൊരു നല്ല ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓ എടോന്ന് ഹസ്നെ വിളിക്കല്, അതുകൊണ്ട് എന്താ പ്രശ്നം? കൊറേ പേര് അങ്ങനെ കമന്റ് ആണ് ഞാൻ കണ്ടു, എടോന്ന് വിളിക്കരുത്, പേര് വിളിക്കരുത്. അങ്ങനെ നമ്മുടെ ഉള്ളിലല്ലേ ബഹുമാനമൊക്കെ. എനിക്ക് എന്റെ അല്ലേ, എനിക്ക് എന്ത് വേണമെങ്കിൽ വിളിച്ചുകൂടെ ആയിരിക്കാണ്. എനിക്ക് തോന്നുന്നു ഈ എടോ വിളിയൊക്കെ എനിക്ക് തോന്നുന്നു വേറെ നാടുകളില് എന്തോ ഇതാന്ന് തോന്നുന്നു, ഒരു ഡിസ്റെസ്പെക്റ്റ് ആന്ന് തോന്നണം അല്ലേ. സുരാജ് പറയില്ലേ എന്താണ് വിളിച്ചത്, തള്ളക്ക് വിളി ഒഴുകിയെന്ന് പറയില്ലേ. എനിക്കൊക്കെ നമ്മുടെ കൊച്ചിന്ന് ഒരു മെസ്സേജ് ഉണ്ട്. ഞാൻ കൊച്ചിക്കാരിയാണ്, എവിടെയാണ് പ്ലേസ് എന്ന്. ഞങ്ങള് കൊച്ചിയാണ്. ഹലോ കൊച്ചി. നമ്മള് നെട്ടൂരാണ്. എന്റെ സ്ഥലം തോമ്പടിയാണ്, പള്ളുരുത്തി. പക്ഷെ ഇവിടെ കല്യാണം കഴിച്ചിട്ട് തന്നെ നെട്ടൂരേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് നെട്ടൂരൊക്കെ അറിയോങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അടുത്ത ക്വസ്റ്റിന്, എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങളുടെ വീട് എവിടെയാ? എൻ്റെ ഫാദർ ഇൻ ലോ കൊച്ചിൻ കസ്റ്റംസ് ജെട്ടിന്റെ അടുത്ത് ഹോട്ടൽ അടുത്തുണ്ടെന്ന്. അപ്പൊ നമ്മളവിടെ അടുത്താണോ? നമ്മളവിടെ അടുത്തില്ല, പക്ഷെ കസ്റ്റംസ് ജെട്ടിയില് എന്റെ ആന്റി ഉണ്ട്. എന്തോരം കസ്റ്റംസ് ജെട്ടിയാണ്. ഞങ്ങളിവിടെ നെട്ടൂരാണ്, അവിടെ അടുത്തല്ല, അവിടെ നിന്ന് നല്ല ദൂരമുണ്ട്. പക്ഷെ ഈ കസ്റ്റംസ് ജെട്ടിയില് എൻ്റെ ഒരു ആന്റി ഉണ്ട്, ഷായി ആന്റി, അടിപൊളി ആന്റിയാണ്. പുള്ളി എൻ്റെ ഉമ്മയുടെ അനിയത്തിയാണ്. പുള്ളിക്കാരത്തെ എവിടെ താമസിക്കണം? കസ്റ്റംസ് ജെട്ടി. അതാണ് കസ്റ്റംസ് ജെട്ടി, അവിടെ താമസിക്കാറുണ്ട്. മറ്റേ ബോട്ടൊക്കെ വന്ന് ഇറങ്ങാൻ വേണ്ടി. ബോട്ട് വന്ന് ഇറങ്ങുമ്പോ തന്നെ ഒരിങ്ങനെ വലിയൊരു വാതിലുണ്ട്, വിയറ്റ്നാം കോളനിയിലെ വാതിലൊക്കെ പോലത്തെ. ആ വാതിലിന്റെ അകത്തേക്ക് കയറിയിട്ടാണ് ആന്റിയുടെ വീട്. നല്ല ആന്റിയാ, സ്നേഹമുള്ള ആന്റിയാണ്. അതെ, ചോദിച്ചേക്കുന്നത് നമ്മുടെ വീട് റെന്റിനാണ് ഓർ സ്വന്തം വീടാണോന്ന്. നമ്മുടെ ഒരു സ്വന്തം വീടാണ് ഗൈസ്. ഫാത്തിമ നമ്മുടെ സ്വന്തം വീടാണ്. ഈ വീടിന് എൻ്റെ മോളുടെ ഒരു ഏജും കുറെ മോളുമായിട്ട് കണക്റ്റ് ആണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ ആച്ചുമോള് പ്രഗ്നന്റ് ആയ ആ ടൈമിൽ നമ്മൾ ഈ വീട് വാങ്ങിക്കണത്. അതിനുശേഷം ഈ വീട്ടിൽ താമസിക്കാൻ വന്നത് എൻ്റെ മോളുടെ ബർത്ത്ഡേയിൽ തന്നെ ഇല്ലേ. അതുപോലെ ആച്ചുവിൻ്റെ ഒരു ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ഡേ തന്നെയാണ് നമ്മൾ ഈ വീട് നമ്മൾ ഈ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് തിരിച്ചു പോയി. അതിനുശേഷം ഒരു 5-6 വർഷത്തിന് ശേഷം വീട് റിനോവേറ്റ് ചെയ്ത് തിരിച്ചു വന്നതും ആച്ചുമോളെ കണക്ട് ചെയ്തിട്ട് അവളുടെ ഒരു ഡേ അന്നാണ് നമ്മൾ കയറിയത്. കംപ്ലീറ്റ് ആച്ചുവിനെ ചുറ്റിപ്പറ്റിയാണ് ഈ വീട് ഇരിക്കുന്നത്. ആച്ചുവിന്റെ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് സന്തോഷങ്ങളുള്ള വീടാണ്. ഇപ്പൊ ആച്ചുക്കളിക്ക് ഏറ്റവും ഇഷ്ടമായ വീടാണ്. ഭയങ്കര ഹോം സിക്നെസ് ഉള്ള ആളാച്ചു. എവിടെ പോലെ ആകെ വീട്ടില് പോയാ ഓക്കെയാണ്, തിരിച്ചു വരണ്ട. എന്റെ വീട്ടില് പോയാല് ആ ഒരു പ്രസൻസിൽ പോയൊക്കെ വേറെ ഇനി എവിടെയൊക്കെ കൊണ്ടുപോയിക്കോ. ഇനിയിപ്പോഴൊക്കെ എന്തെങ്കിലും ദൂരെയുള്ള യാത്രയോ ടൂറ് എന്ത് പോയാലും, എന്തിനിപ്പോ ഈ കഴിഞ്ഞ ദിവസം വിഗാലാൻഡിൽ പോയില്ലേ, വണ്ടർലയിൽ പോയിട്ട് അവിടെ എത്തിയ ഒരു 1/4 മണിക്കൂർ തിരിച്ചു വീട്ടിൽ പോയാലോ, നേരെ വീട്ടിൽ വന്ന് ഇവിടെ ഒരുപാട് സങ്കടപ്പെട്ട വീടാണ്. ഞങ്ങൾ മിക്കവാറും വീട് ഞങ്ങൾ ആ ചുക്ലിക്കാനോ കൊടുക്കൂട്ട. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മള് പറയും ഇവിടുന്ന് നമുക്ക് മാറാന്നൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ ചേഞ്ച് ഒക്കെ ഇങ്ങനെ പറയും. പാച്ചറിയ ഉമ്മയും വാപ്പയും വേണമെങ്കിൽ പോയിക്കും, ഞാൻ വരൂല, എന്നെ ഇവിടെ നിർത്തിക്കോളാൻ വരും. അപ്പൊ അവളുടെ വീടും ഇതിന്റെ പേരിലുള്ള എല്ലാ ബാധ്യതകളും ഞാൻ ഹലോ സെറിൻ. എനിക്കാണോ? ഹലോ സെറിൻ, ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? പ്രിൻസി ഫാമിലി എല്ലാരെയും അറിയാം, പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ട്.
എന്നാ ഒന്ന് നിങ്ങളെ ഫാമിലിയെ കാണിക്കാൻ പറ്റുന്നത്? പ്രോഗ്രാം കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഗോഡ് ബ്ലസ് യു ഡിയർ. ഇതെനിക്ക് ആ കാണിട്ടാ. ഷെർഫി, പ്രോഗ്രാം കാരണം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ കാണുന്ന മാറ്റങ്ങൾക്കൊക്കെ കാരണം ആ പ്രോഗ്രാം തന്നെ. പിന്നെ യൂട്യൂബ് തുടങ്ങാനും നിങ്ങളിലേക്ക് നമ്മളുടെ അപ്ഡേറ്റ്സ് വിശേഷങ്ങൾ കാണിക്കാൻ പറ്റിയതൊക്കെ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കുറച്ചും കൂടി ഹൈ ആയതും എല്ലാം ഈ പ്രോഗ്രാമിന് വന്നതിന് ശേഷം അല്ലേ? കാരണം നമ്മളുടെ ഒരു ജേർണി എടുത്താൽ തന്നെ ഉണ്ടല്ലോ ഭയങ്കര ത്രില്ലിങ്, ഭയങ്കര രസമാണ് കാണാൻ. കാരണം ഭയങ്കര ആ ഒരു ജേർണി എനിക്ക് ഇഷ്ടമാണ്. അത് ഓർക്കാനും അവിടെ നിന്ന് ഇവിടം വരെ എത്തി നിൽക്കണ ആ ഒരു സമയവും കാലവും അടിപൊളിയാണ്. ആ ടൈമിൽ നന്നായിട്ട് കഷ്ടപ്പെട്ടെങ്കിലും ബട്ട് നൗ അത് ഓർക്കുമ്പോ തന്നെ ഭയങ്കര രസമുള്ള ഒരു കഷ്ടപ്പാടുണ്ടായിരുന്നു. അതായിരുന്നു. എന്റെ ഫാമിലിനെ കാണിക്കട്ടെ. എന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇത് കാണണ്ടെങ്കിൽ ചോദിക്കണില്ലേ? നിങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ സമ്മതിച്ച ഞാൻ എല്ലാരും വീഡിയോ എടുക്കുന്നതായിരിക്കും. എല്ലാരും നമുക്ക് കാണിച്ചു കൊടുക്കാം. എല്ലാരും കാണട്ടെ അല്ലേ? എനിക്കും ആഗ്രഹം. അപ്പൊ നമുക്ക് ഇനി മൈൻഡ് നല്ലത്. ദേമുനെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഇത് മിസ് ചെയ്യാൻ പറ്റില്ല. റയാൻ അറിയാം. ഈ കുട്ടീനെ എനിക്ക് അറിയില്ല. ഒന്നാമത്തെ കാര്യം, ഫ്രണ്ട്സിനെ കുറിച്ച് പറയുമോന്ന്. റിയ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എന്റെ ബെസ്റ്റ് ബഡിയാണ്. എനിക്ക് വഴിന്നൊക്കെ നമുക്ക് കളഞ്ഞു കിട്ടും എന്നൊക്കെ പറയില്ലേ, അതുപോലെ കിട്ടിയ ഒരു കൂട്ടുകാരത്തിയാണ്. പിന്നെ അവള് ലൈഫ് ലോങ് എന്റെ കൂടെ. എനിക്ക് 9th വെച്ച് കിട്ടി. ഞങ്ങള് 10th ഒരുമിച്ച്, +1 +2 ഒരുമിച്ച്. അത് കഴിഞ്ഞപ്പോൾ ഉള്ള ലൈഫിൽ കൂടെ അങ്ങനെ എപ്പോഴും എൻ്റെ പാർട്ടായിട്ടുണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ് റിയ. ഫ്രണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ഒരുമിച്ച് ത്രൂ ഔട്ട് പഠിച്ച് ഞങ്ങൾ കാണാൻ പോലും ഒരുപോലെ ആയിപ്പോയി. എല്ലാവരും പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ ട്വിൻസ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ കസിൻ സിസ്റ്റേഴ്സ് ആണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. എന്താ അറിയില്ലാണ്ട് ഞങ്ങൾ ഒരുമിച്ച്. റിയ, നീ ഇത് കാണണമെങ്കിൽ നിന്നെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം നീ കമന്റിൽ തന്നെ ഇടണോട്ട് റിയ. അത് ഞങ്ങള് അങ്ങനെയാണ്. അപ്പൊ റിയയാണ് ഇപ്പൊ ഇത് ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞോട്ടാണ്. അപ്പൊ ഇവളെ കുറിച്ച് ഇനിയിപ്പൊ എന്താ പറയാ, പറഞ്ഞാൽ തീരൂല. അത്രയും ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്രണ്ടായിട്ട് വന്ന് വഴിയിൽ തന്നെ കിട്ടിയാണ് ഉള്ള. വഴിയിൽ തന്നെ കളഞ്ഞു കിട്ടി. പക്ഷെ നമുക്ക് തിരിച്ച് കളയാൻ പറ്റാത്ത ടൈപ്പ് ഒരു ബന്ധമായി ഇപ്പൊ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഹായ് റിയ. ഹലോ. ഒരു ഇൻസാൻ വ്ലോഗ്സ് ഇട്ടാ. നിങ്ങളുടെ വീഡിയോ എവിടെയാണ്? പെരിന്തൽമണ്ണ വരുമ്പോൾ ഒന്ന് അറിയിക്കണേ. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ നമ്പർ ഉണ്ടോ? അയ്യോ, സോഷ്യൽ മീഡിയ കൂടെ നമ്പറൊക്കെ തരും. ഞങ്ങൾ ഇൻസ്റ്റയിൽ DM ചെയ്യണം കേട്ടോ. എൻ്റെ ഇൻസ്റ്റ ID റിൻസി സെറിൻ. അതുപോലെ ധരിക്കാം എൻ്റെ ഇൻസ്റ്റ ID സെറിൻ മുഹമ്മദ്. SI ആണ്. അതെന്താ കാര്യമെന്ന് അറിയാം. SI. എനിക്ക് റിൻസി കൂടാണ്ട് ഒരു സാധനം കൂടി എന്റെ ബാക്കിയുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കണം. അത് എനിക്ക് ഇഷ്ടമല്ല. എല്ലാരും RINCY അടിക്കുന്നുണ്ട്. റിൻസിനെ കിട്ടുള്ളതെന്ന് പറഞ്ഞ മെസ്സേജ് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ പറഞ്ഞു കേട്ടല്ലേ. അപ്പൊ അങ്ങനെ അടിച്ചാൽ കിട്ടും. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യും നമുക്ക്. പിന്നെ പെരിന്തൽമണ്ണ വരുമ്പോ, പെരിന്തൽമണ്ണ എവിടെയായിരിക്കാം? പെരിന്തൽമണ്ണ അപ്പൊ പെരിന്തൽമണ്ണ വരുമ്പോ ഞങ്ങൾ സ്റ്റോറി ഇടുന്നതായിരിക്കും. എനിക്കും എല്ലാരെയും കാണണമെന്ന് തോന്നുന്നു. കേരള ടൂർ നടത്തണ്ട് ഞങ്ങളുടെ പ്ലാനിലുണ്ട്. കാരണം എല്ലാരും കേരളത്തില് ആ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ആളുകളൊക്കെ നമ്മൾ വിശേഷം ചോദിക്കും. സത്യം പറഞ്ഞാൽ എനിക്കും എല്ലാരെയും കാണണമെന്നൊക്കെ തോന്നുന്നു. ഞങ്ങൾക്ക് ഓരോ സംസ്ഥാനം വെച്ച്, കേരളമല്ല ഓരോ ജില്ല വെച്ചിട്ട് ഞങ്ങൾ ടൂർ പ്ലാൻ ചെയ്യണ്ട. ഓരോ ജില്ലയിലെ ടൂർ. റീന സുരേഷ്, റിൻസി സുഖാണോന്ന്? സുഖമായിട്ടിരിക്കണ്, അൽഹംദുലില്ലാ, അടിപൊളിയായിട്ടിരിക്കണ്. റീന സുഖമായിരിക്കണം. പിന്നെ സാഹിറ, അസ്സലാമലൈക്കും. ഒരാഗ്രഹം നേരിൽ കാണാൻ പറ്റുമോ? അല്ലോ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് തന്നെ കാണാൻ തോന്നും. ഇൻഷാല്ലാ കാണാനൊക്കെ പറ്റുമല്ലോ. കൊച്ചിയിൽ വരുമ്പോ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യും, നമുക്ക് കാണാം. നൂർജ റഹ്മാൻ, ഈ ഇത്തില്ലായിരിക്ക നമ്മൾ യൂട്യൂബ് തുടങ്ങി ആ ടൈമിൽ ഇപ്പോൾ വരെയും
എപ്പോഴും നമ്മൾ ഭയങ്കര സ്നേഹമുള്ള കമന്റ്സ് ഇട്ടിട്ട് ഞാൻ എപ്പോഴും ഓർത്തിരിക്കും ഈ പേര്. ഇടയ്ക്കൊക്കെ ഈ കമന്റ് കണ്ടില്ലെങ്കിൽ ഞാൻ അയ്യോ കണ്ടില്ലല്ല മിസ്സായല്ല എന്നൊക്കെ. അത് കഴിഞ്ഞ് വേറെ വീഡിയോയിൽ കമന്റ് വരുമ്പോ എനിക്ക് സന്തോഷം. നമുക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. സലാം പറഞ്ഞിട്ടുണ്ട്. വലൈക്കും സലാം. കൊറേ പേര് നമ്മളോട് ഹായ് പറയാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു സഹീമയുടെ ഹായ് പറഞ്ഞിരിക്കുക. ഹായ് ഹായ് സഹീമ. നമ്മള് സത്യമായിട്ട് ഹായ് പറയണ പേരൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്തൂസ് ഫസ്റ്റ് എന്നെ പറഞ്ഞേക്കണ എന്നോട് പറഞ്ഞെന്താ അറിയോ, ഈ Q&A തുടങ്ങുമ്പോ എന്റെ പേര് പറഞ്ഞു തുടങ്ങണമെന്ന്. സോറി മുത്ത, ഇപ്പൊ കാരണം കമന്റ് വന്ന് ഏറ്റവും അടിയിലൊക്കെ ആയിപ്പോയി മോൻ്റെ. അതുകൊണ്ട് ഹായ് പാത്തൂസ്. ഞങ്ങളെ ഫാമിലിയിൽ ഒരു പാത്തുണ്ട്. പിന്നെ ഒരു മറിയം ഞങ്ങളെ ഫാമിലിയിലുണ്ട്. ഞങ്ങളെ വല്യമ്മാന്റെ പേര് മറിയം എന്നാണ്. എൻ്റെ ഉപ്പാടെ ഉമ്മാടെ പേര് മറിയം. ഒരുപാട് ഇഷ്ടമുണ്ട് കേട്ടോ ഞങ്ങൾക്കും നിങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടമാണ്. കണ്ടിട്ടില്ലെങ്കിലും നമ്മൾക്ക് നിങ്ങൾ തരുന്ന ഓരോ പോസിറ്റീവ് കമന്റ്സിലൂടെ നമ്മൾ നിങ്ങളെ കാണലുണ്ട്. മോനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരിക്കും. അതെ, നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മളെ കമന്റ്സിലൂടെ നമ്മളെ അടുത്തേക്ക് വരിക. ഇനിയും എല്ലാവരും ചോദിക്കാനുള്ളത് കിട്ടും. ആകെ നമ്മളിപ്പോൾ ഞാൻ കമന്റ് റിപ്ലൈ ചെയ്യാത്തത് എൻ്റെ ഉമ്മാനെ കുറിച്ച് ചോദിച്ചില്ലേ, അത് മാത്രമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു വ്ളോഗ് ചെയ്യാട്ടോ. എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. ആൻഡ് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും ഏത് നാട്ടിൽ ഇരുന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് കൂടി കമൻറ്റ് ചെയ്യണം. എവിടെയൊക്കെ നമ്മൾ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്, ബെൽ ഐക്കൺ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും നമ്മൾ പാസ്റ്റ് അറിയണമെന്നുണ്ട്. പാസ്റ്റ് ഞങ്ങളെ കട്ടക്കിടിച്ചാലും പൊട്ടൂല. ഞങ്ങൾ ഭദ്രാക്കി ഒരു സേഫ് ആയിട്ട് എടുത്തു വെച്ചൊക്കെയാണ്. അതുകൊണ്ട് പാസ്റ്റ് കിട്ടാൻ ചാൻസ് നല്ല കുറവാ. കിട്ടുമായിരിക്കും. എനിക്കാ ചിലപ്പോ പക്ഷെ എൻ്റെ കിട്ടൂല. എന്തായാലും എൻ്റെ കിട്ടൂല. അപ്പൊ ഓക്കെ, ബൈ.